ഹേയ്, ഭൂമിയിലെ സ്വർഗം എന്ന പോലൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. യെസ്, തഹജ്ജുദ്. ഭയങ്കര ഒരു മിറാക്കിളാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അത് അറിയാൻ മതിയാവും. പ്രവാചകൻ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ രാത്രി നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ. അതിനൊരു 3 കാരണങ്ങളും പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, നമുക്ക് മുന്നേ ഉള്ള വിശ്വാസികൾ ചെയ്തു പോകുന്നൊരു കാര്യമാണിത്. രണ്ടാമത്, നൈറ്റ് പ്രെയർ പടച്ചവനോട് കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ളൊരു വഴിയൂടെയാണ്. തെറ്റുകൾ പൊറുക്ക് മാത്രമല്ല, അതിൽ നിന്ന് മാറി നടക്കാനുള്ളൊരു ഗൈഡൻസ് കൂടി തഹജ്ജുദിലൂടെ കിട്ടും. ഈ ഒരൊറ്റ ഹദീസ് മതി നൈറ്റ് പ്രെയറിനോടുള്ള നമ്മുടെ ചിന്താഗതി മാറാൻ. പിന്നെ നമ്മൾ ഒരിക്കലും മുമ്പത്തെ പോലെ ജസ്റ്റ് ഒരു ആരാധന മാത്രമായിട്ട് ഇതിനെ കാണൂല. ശരിക്കും എന്താണ് തഹജ്ജുദ് എന്നറിയോ? ചിലർ ഇത് റമദാനിൽ മാത്രം ചെയ്തു പോരുന്നൊരു സംഗതിയാണെന്നാണ് കരുതുന്നത്. നോ, ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തഹജ്ജുദ് സക്സസ് സ്റ്റോറീസൊക്കെ കുറേ കാണാറുണ്ട്. അതിൻ്റെ മധുരവും ആഴവും അനുഭവിച്ചൊരു റിയൽ സ്റ്റോറീസാണ് അതൊക്കെ. അവർക്ക് കഷ്ടപ്പാടും സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നല്ല, ബട്ട് അവരത് തവക്കുൽ ചെയ്തു പോകും. ദാറ്റ്സ് വാട്ട് തഹജ്ജുദ് റിയലി ഈസ്. തവക്കുൽ ചെയ്യാനുള്ള അപാരമായൊരു ടെൻഡൻസി അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ സങ്കടങ്ങൾ ഉണ്ടോ എന്നുള്ളതല്ല, സങ്കടങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ലെവലാണ്. ഹിയർ ഈസ് നമുക്ക് പടച്ചവനോട് ഏറ്റവും അടുക്കാനും അത്രയും തുറന്ന് കരയാനുള്ളൊരു ചാൻസ് കിട്ടാണ്. ഈസ് ദാറ്റ് ഇനഫ് ഫോർ അസ്? നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളെ കേട്ടിരിക്കുന്ന ഒരാൾ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാൾ, എന്ത് ഭംഗിയായിരിക്കില്ലേ? ഇപ്പോൾ എല്ലാവരുടെ ഒരു പ്രശ്നമായിരിക്കും, ഒന്നും ശരിയാകുന്നില്ല, വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നൊക്കെ. ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാണ്, എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഈ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ, ഈ ലോകം തന്നെ മയങ്ങിക്കെടുക്കുമ്പോൾ എണീച്ചിട്ട് വുളുവിൻ്റെ നനവിൽ, ആ കണ്ണീരിൻ്റെ മറവിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചവനോടൊന്ന് അടുത്ത് നോക്കി. ഹി വിൽ നെവർ ലീവ് യു അലോൺ ദെൻ. ഖബറിൻ്റെ ഭീകരത സത്യമാണെന്നും മരണത്തിൻ്റെ മാലാഖയെ ഒരിക്കൽ കാണേണ്ടി വരുമെന്നും 50,000 വർഷത്തോളം നീണ്ടു നിൽക്കുന്നൊരു വിധിയുടെ ദിവസം ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ എങ്ങനെയാണ് രാത്രിയിൽ ആ 2 റക്അത്തുകൾ പടച്ചവൻ്റെ മുമ്പിൽ ചെയ്യാണ്ടിരിക്കുക? താങ്ക് യു.